ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നെടുമ്പാശ്ശേരിയിലാണ് കേട്ടോ. നെടുമ്പാശ്ശേരിയിൽ സാജ് എർത്ത് റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഈ ഒരു റിസോർട്ടിൻ്റെ റിസപ്ഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റിസപ്ഷൻ. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഈ ഒരു ടൗണിൽ നല്ലൊരു റിസോർട്ട് ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഇൻഫിനിറ്റി പൂൾ സഹിതമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നമ്മളെ കാത്ത് ഒരു കുഞ്ഞു വണ്ടി പുറത്ത് നിൽപ്പുണ്ട്. ഭാഗ്യവാനാണ് നമ്മളെ കാത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജ് കൊണ്ടുപോകാനും നമ്മളെ കൊണ്ടുപോകാനും കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കാരണം ഈ റിസോർട്ടിൻ്റെ ഇടവഴികളിലൂടെ പോകാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ബഗ്ഗിയിൽ തന്നെയാണ് കേട്ടോ. ആ യാത്രയും നല്ല രസമാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോയാലോ? ബഗ്ഗി വാനിൽ നമ്മുടെ റൂമിലേക്ക് അങ്ങ് വെച്ച് പിടിക്കാം. ഓക്കെ, ഇത് തന്നെ ഒരു രസമുള്ള യാത്രയാണ്. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പോകുന്ന വഴിക്കെല്ലാം എന്താ ഇതുപോലെ പനയുണ്ട്, പിന്നെ നിറയെ പൂക്കളും, പിന്നെ കടലാസ് പൂവ്, പാലപ്പൂവ് എന്ന് വേണ്ട നല്ല രസമാണ് ഈ ഒരു ഇടവഴിയിലൂടെയുള്ള ഒരു യാത്ര. അത് ബഗ്ഗി വാനിലാവുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും. ചുമ്മാ നടക്കാനെങ്കിലും നല്ല രസമാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വരാനായിട്ട് പറ്റിയൊരിടം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പാ ഉണ്ട്, അതുപോലെ തന്നെ കഫേസ് ഉണ്ട്, മീറ്റിംഗ് റൂംസ് ഉണ്ട്, ബോർഡ് റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്ബ് ഉണ്ട്, റിക്രിയേഷൻ സെൻറ്റർ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററും ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് നിൽക്കുന്നത്. സാജ് എർത്ത് റിസോർട്ട് ആൻഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ റൂം എന്ന് പറയുന്നത് 118 ആണ്. അപ്പോൾ നേരെ അങ്ങോട്ട് നമ്മുടെ റൂം എന്ന് പറയുന്നത് നേരെ തൊട്ടിപ്പുറത്താണ് കേട്ടോ പൂള് വരുന്നത്. 118 ആണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മുടെ റൂം തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ കട്ടനൊന്ന് പതിയെ മാറ്റിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഇതാ നോക്ക്, അടിപൊളിയായിട്ട് പൂള് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ റൂമിൻ്റെ തൊട്ട് മുമ്പിൽ, അങ്ങനെ എല്ലാ റൂമിൻ്റെയും മുമ്പിലായിട്ടാണ് പൂള് വരുന്നത്. പൂളിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റുന്ന റൂംസും ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം. പിന്നെ ഇതാ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂളാണ്. അതായത് 3 feet അതിൻ്റെ ഹൈറ്റ്. ശരിക്കും ഒരു ഇൻഫിനിറ്റി പൂളാണെങ്കിലും ഇതിൻ്റെ ഒരു സൈഡിലാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ സ്ലൈഡുകളും വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വെള്ളത്തിലേക്ക് നല്ല സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള സ്ലൈഡുകളും ഈ ഒരു സൈഡിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ ഏരിയ ആണെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ചുറ്റി വരികയാണ് കേട്ടോ പൂള്. അതായത് ഐലൻഡ് റിസോർട്ട് പോലെയാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇതിന് ഇടയിലുള്ളത് റൂംസുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഐലൻഡ് പോർഷൻ വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസും പൂളിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റുന്ന റൂംസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റിക്രിയേഷൻ സെൻറ്ററിലൊക്കെ പോയി കുറച്ച് നേരം കാർഡ്സൊക്കെ കളിച്ചു. പിന്നെ അവിടെ ബില്ലിയാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചെസ് ബോർഡ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, ക്യാസിനോയുടെ ഒരു മിനിയേച്ചറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആർക്കും ബോറടിക്കാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണിത്. പിന്നെ ഇവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ ഏത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ റിക്രിയേഷൻ ക്ലബ്ബിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈവനിങ് ആയിട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്സിൻ്റെ സമയമായി. അപ്പോൾ അടുത്തുള്ള കഫ്റ്റീരിയ ഇതാണ്. ഇവിടെ 2 കഫേ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി ഭക്ഷണം നമ്മൾ ഓൾറെഡി ഓർഡറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം നല്ല ചൂടുള്ള പഴംപൊരി ആയിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള പഴംപൊരിയും പിന്നെ കപ്പ് കേക്കും ടീയുമാണ് നമ്മൾ കഴിച്ചത്. ഈവനിങ്ങിൽ നൈറ്റിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. അത് എവിടെയോ മിസ്സായിപ്പോയി. അതുകൊണ്ട് ആ ഫുഡൊന്നും കാണിക്കാൻ പറ്റിയില്ല. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂളിലേക്ക് ചാടണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു കഫ്റ്റീരിയയുടെ സൈഡിലുള്ള ഏരിയ ആണ് കേട്ടോ. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് സ്പായും ഉള്ളത്. സ്പാ ചെയ്യേണ്ടവർക്ക് അവിടെ സ്പാ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഇനി പോകാം. എന്നിട്ട് നമുക്ക് പൂളിൽ ചാടാനുള്ള പരിപാടി നോക്കാം. ഐലൻഡ് റൂംസ് ആണ് കേട്ടോ. 201 മുതൽ 216 വരെ ഐലൻഡ് റൂംസ്. അതായത് ഇതിൻ്റെ ചുറ്റുമാണ് പൂള് വരുന്നത്. ഞാൻ ആദ്യം ഇൻഫിനിറ്റ് പൂൾ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കുട്ടികളുടെ ഏരിയയിൽ തുടങ്ങിയിട്ട് ആ ഐലൻഡ് റൂംസിനെ ഫുൾ ചുറ്റി ഇപ്പുറത്തെ വശത്ത് വരെ പൂള് വരുന്നുണ്ട്. സാധാരണ നമുക്ക് ഇത്രയും വലിയൊരു പൂള് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അത്രയും വലിയ പൂളാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് 3 feet എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഇറങ്ങാം.
വലിയവർക്ക് 6 ഫീറ്റിൻ്റെ വരെ ഡെപ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പൂളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിസ്ഥലങ്ങളും ഉണ്ട്. ഏത് പ്രായക്കാർക്ക് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആ ഓരോ റൂംസിൻ്റെ ഫ്രണ്ടിൽ ചെയേഴ്സ് കണ്ടോ, അവിടെ നിന്നും നമുക്ക് പൂളിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ഒത്തിരി ക്രൗഡിന് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൺവെൻഷൻ സെൻറ്ററൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്രൗഡ് വന്നാലും അവരെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കിഡ്സ് സോണിലും ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കും എല്ലാമായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇതാ പാലപ്പൂക്കളുള്ളത്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. വെള്ള, മഞ്ഞ, ചുവപ്പ്, ഡബിൾ കളേഴ്സിൻ്റെയും ട്രിപ്പിൾ കളേഴ്സിൻ്റെയും ഒക്കെ നിറയെ പാലപ്പൂക്കളുടെ ഏരിയ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി റീൽസ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കാണാത്തവർ കാണണേ. നല്ല രസമാണ്. പാലപ്പൂക്കൾ കൊണ്ട് ഞങ്ങൾ മോതിരവും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ആദ്യം ഇട്ടിരുന്നത്. അതാ ചക്കരയും ചോക്കോട്ടിനും ഇറങ്ങിക്കഴിഞ്ഞു പൂളിലേക്ക്. അപ്പം ഞങ്ങളും കൂടെ ഇനി ബാക്കി ഇപ്പുറത്തെ സ്ഥലത്ത്, അവിടെയാണ് കുറച്ചും കൂടെ ഡെപ്തിലുള്ള പൂള് വരുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് നീന്തുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പൂളിൻ്റെ സൈഡിലേക്കും കൂടെ ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് സമയം ഇരിക്കാം, കുറേ സമയം സ്പെൻഡ് ചെയ്യാം, ഫാമിലിയായിട്ട് കുറേ സമയം വർത്തമാനം പറഞ്ഞിരിക്കാം. ടീ ആൻഡ് സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഓരോ റൂംസിൻ്റെയും തൊട്ടിപ്പുറത്ത് തന്നെ ടേബിളും ചെയേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് പൂള് വാച്ച് കഴിഞ്ഞ് പൂളിലേക്ക് ഇറങ്ങണ്ട എന്നുള്ളവർക്ക് അവിടെ ഇരുന്ന് പൂള് വാച്ച് ചെയ്യാം, വർത്തമാനം പറഞ്ഞും ഒക്കെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വന്നു കഴിഞ്ഞാൽ ചില്ല് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോക്കുട്ടൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് അങ്ങേ അറ്റത്ത് വരെ പോയി. അപ്പോൾ ഇപ്പോൾ ഒരു ശരിക്കും ഈവനിങ് സമയം ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വൈബ് തന്നെ വേറെ ലെവലായി. നൈറ്റിൽ നമ്മുടെ ഡിന്നർ ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി ഡിന്നറായിരുന്നു. പക്ഷേ അതിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. അതുകൊണ്ട് ഇനി രാവിലെ കാഴ്ചകളിലേക്ക്. നല്ല അടിപൊളി പ്രഭാതം, ചെറിയൊരു മഞ്ഞുള്ള പ്രഭാതം. രാവിലെ തന്നെ നമ്മുടെ റിസോർട്ടിന് ഒന്ന് നടന്ന് ചുറ്റി കാണാനൊക്കെ ഇറങ്ങി. നല്ല രസമായിരുന്നു വാക്ക് വേയിലൂടെ രാവിലെ നടക്കാനൊക്കെ. ഈ പറഞ്ഞ പോലെ പാലപ്പൂക്കളെല്ലാം ചിതറി വീണ് കിടക്കുന്ന ഒരു നല്ല ഫീലുള്ളൊരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഫ്രണ്ട് ഏരിയയിലൊക്കെ പോർഷനിൽ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് അടുത്ത കഫേ വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സെറ്റായി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവർ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്ന് നോക്കാം. Trees swaying, do you feel that breeze? Rolling down the boulevard, feeling at ease. Cruising, moving on that west coast ride. Say barbecue flames and the ocean tide. Catch the vibe, keep it alive. So real, so true. This late night life's just what we do. Chilling at the cookout, grab a plate. Got ribs, got wings, I just can't wait. Talk smack with the homies, laugh till we cry. And the beat still bumps as the sun says goodbye. Now throw your hands up if you feel this breeze. Come on. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. ഞാൻ സോസേജ് എടുത്തു, പിന്നെ അതുപോലെ തന്നെ പൂരി എടുത്തു. ബിൻചാനും ഈ പറഞ്ഞ പോലെ തന്നെ പൂരി കഴിച്ചു. ചക്കരയും ചോക്കൂട്ടിനും അവർക്ക് ഇഷ്ടമുള്ള കോൺഫ്ലെക്സും എല്ലാം എടുത്തത്. പിന്നെ ഞാൻ നമ്മുടെ വട എടുത്തു കേട്ടോ. വട എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പിന്നെ പൂരി ഇതെല്ലാം അങ്ങനെ എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്തു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എയർപോർട്ടൊക്കെ അടുത്തുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടൈം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 മണിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കറങ്ങാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് എടുത്തു. അപ്പോഴാണ് ഇവിടെ ഒരു സംഭവം അറിയുന്നത്. ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ആളുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്.
ഈ വേ നമുക്ക് നേരെ റിസപ്ഷനിലേക്ക് പോകാം. ആ ഹെലിപാഡിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വന്നതാ. ഇത് അവിടെയാണ് ഹെലിപാഡ്. ഇത് ഇതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ. ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു, പ്രമുഖരായ വ്യക്തികൾ ഈ റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ബഗ്ഗിയിലൊന്നും വരണമെന്നില്ല, ഹെലികോപ്റ്ററിൽ വന്നാലും ദാ ഈ റിസോർട്ടിൽ എത്താം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി പോയപ്പോൾ നേരെ ഞാൻ ഹെലികോപ്റ്റർ എവിടെയാണ് വന്നിറങ്ങുന്നതെന്ന് കാണിച്ചില്ല. ദാ അവിടെയാണ് ഹെലിപാഡ് വരുന്നത് കേട്ടോ. ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നതിൻ്റെ വിഷയമൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അവിടെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇന്ന് ആരോ വന്നു എന്ന്. അപ്പോൾ പ്രമുഖ വ്യക്തികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഹെലിപാഡുള്ള റിസോർട്ടാണ് ഇത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്, അതൊക്കെ നമ്മൾ നടന്ന് നോക്കി കണ്ടു. ഇത് കൺവെൻഷൻ സെൻറ്റർ, അതിൻ്റെ ബോൾ റൂമും ആണ് വരുന്നത്. അപ്പോൾ വലിയ വലിയ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നടത്താനുള്ളതും പിന്നെ അതിൻ്റെ റൂംസും സ്റ്റേയും എല്ലാം ഇവർ തന്നെ എല്ലാം സെറ്റാക്കി തരും. അപ്പോൾ 11 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും പതിയെ ഇറങ്ങി ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടു, ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടിപൊളി റിസോർട്ടാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് വന്ന് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പോകാൻ പറ്റും. നെടുമ്പാശ്ശേരിയിലായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം സ്റ്റൈൽ ഹോട്ടലാണിത്. നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങളെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇതിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.